അമ്മൂസ് എന്നും അപ്പൂസ് എന്നും പറഞ്ഞാലേ അറിയുള്ളൂ അല്ലേ? നിങ്ങൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ അറിയുന്നത്? നമ്മളെ വീട്ടിൽ വിളിക്കുന്ന പേരും അങ്ങനെ. ആ ഓക്കെ. ഇപ്പം കുഞ്ഞ് ബേബിയൊക്കെ ആയിരിക്കാണ്. നിങ്ങൾ വന്നപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചു എന്തൊക്കെയാ ചോദിക്കാൻ പോണെന്ന്. ബേബിയുടെ അപ്ഡേറ്റ്സ് ആണ് കൂടുതലായിട്ട് അറിയാനുള്ളത്. എന്തൊക്കെയാണ് വാവയുടെ വിശേഷങ്ങൾ? വാവയുടെ വിശേഷം, വാവയ്ക്ക് ഇപ്പൊ 6 months ആവുന്നു. പിന്നെ ആള് വന്നതിന് ശേഷം നമ്മൾ ഹാപ്പിയാണ്. അങ്ങനെ പോകുന്നു. കൂടുതലായിട്ട് അവൻ ഇനി വരുന്ന സമയത്ത് നമുക്ക് അവന്റെ ഹോബി എണീക്കുക, കരയുക, പിന്നെ കളിയും ചിരിയൊക്കെ തുടങ്ങുന്നു. അപ്പൊ അങ്ങനെ മേജർ പേരന്റിങ് ടിപ്സ് എന്തൊക്കെയാണ് നിങ്ങൾക്ക്? നിങ്ങളായിട്ട് പഠിച്ച നിങ്ങൾ വിചാരിച്ച പോലെയാണോ ഈ പേരന്റിങ്? അല്ല, ഒരിക്കലും അല്ല. അതത്ര എളുപ്പമല്ല. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പം അവൻ ഇങ്ങനെ അവന്റെ ഓരോ സ്റ്റെപ്പിൽ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വരികയാണ്. പിന്നെ നമ്മൾ വീട്ടിലിപ്പം മുതിർന്നവരുള്ളതുകൊണ്ട് നമുക്ക് അത്രയും എന്താ പറയാ, അത്ര ഒരു എഫേർട്ട് നമ്മുടെ അടുത്ത് ഇടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഓരോ അമ്മയാണ്, അതെ, അവരാണ് കൂടുതലും. പിന്നെ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴാണെങ്കിലും ഇതിപ്പോ അങ്ങനെയാണ്, വാവയാവുമ്പോ അങ്ങനെ കാണിക്കും എന്നൊക്കെ പറഞ്ഞു തരുമ്പോ നമുക്ക് ഓക്കെയാണ്. ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, പറഞ്ഞു തരുമ്പോ നമ്മൾ ഓക്കെയാണ് ആ കാര്യങ്ങളില്. എന്തൊക്കെയാണ് ചേട്ടൻ എന്തൊക്കെയാണ് ഇപ്പം ഒരു പിതാവായതിനു ശേഷം എങ്ങനെ മാറി ലൈഫ്? മാറി എന്ന് പറയാനായിട്ട് എന്തോ ഇതിനു മുമ്പ് ഇല്ലാത്തൊരു പ്രത്യേക ഒരു വികാരം ഇപ്പൊ ആളുടെ ഡെലിവറി കഴിഞ്ഞപ്പോ തൊട്ട് എന്തോ പ്രത്യേക ഒരു സംഭവം മനസ്സിലിങ്ങനെ വന്നു തുടങ്ങി. ഇപ്പൊ എങ്ങനെ പറയണമെന്ന് അറിയാൻ പാടില്ല. കാര്യങ്ങളെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി, സേവിങ്സ് കൂട്ടാൻ തുടങ്ങി. അപ്പൊ അതേപോലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇപ്പൊ ഇവന്റെ ഓരോ വളർച്ചയ്ക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം കുറച്ചിട്ട് ഇപ്പം അവന്റെ കാര്യങ്ങളിലേക്കാണ് ഫോക്കസ്. ഞാൻ ഡെലിവറിയുടെ വീഡിയോ കണ്ടു, ചേട്ടൻ ടെൻഷൻ അത് മണിക്കൂറുകളോളം ആളാണ് കൂടുതലും ടെൻഷൻ തന്നെ. ആള് കരഞ്ഞ് ലാസ്റ്റ് ആ ടെൻഷൻ ഇരിക്കുമായി. ഞാൻ ആദ്യം കൂളായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആളുടെ അമ്മയൊക്കെ അപ്പുറത്ത് നിന്ന് ഭയങ്കര കരച്ചില് എനിക്ക് ടെൻഷൻ ആകണം, അപ്പൊ പ്രാർത്ഥിക്കാൻ. ആ സമയത്തൊക്കെ ഞാൻ കൂളായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പക്ഷെ നമ്മൾ പെട്ടെന്ന് ഡെലിവറി ആയിട്ട് തിരിച്ചു വരും എന്നുള്ളൊരു ഇതാ. നമ്മൾ ആ ഫസ്റ്റ് ഡെലിവറി ആണ്, അപ്പൊ അത്രയും നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണെന്നൊന്നും നമുക്കില്ല, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആള് വിചാരിച്ചത് ലേബർ റൂമിൽ പോയിട്ടുണ്ട്, അപ്പൊ അത് പെട്ടെന്ന് ഡെലിവറി ആയിട്ട് തിരിച്ചു വരും. നമ്മൾ അനുഭവിക്കുന്നില്ല, നമ്മൾ അനുഭവിക്കാത്തൊരു കാര്യം നമുക്ക് അത് മനസ്സിലാകണമെന്നില്ലല്ലോ. പക്ഷെ ഇങ്ങനെ കുറെ നേരമായി കഴിഞ്ഞ് നമുക്ക് അപ്ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല. ചോദിക്കുമ്പോ പറയാം അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ പയ്യെ മനുഷ്യൻ ഇങ്ങനെ ടെൻഷൻ ആകാൻ തുടങ്ങി. അവസാനമായപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷന്റെ കൊടുമുടിയിലെത്തി. അപ്പോഴാണ് ആൾ ഡെലിവറി ആയെന്ന്, അതായത് അവിടെ കൊട്ടിയപ്പോഴത്തേക്കും അവർ പറഞ്ഞ് ആള് ഡെലിവറി ആയിട്ടുണ്ട്, നോർമലാണ്. അപ്പൊ എന്തോ പെട്ടെന്ന് മനസ്സൊക്കെ നോർമലായി, കൂളായി. അതെന്ന് വെച്ചാൽ മോർണിംഗ് ഒരു 4:30 ആയപ്പോഴത്താണ് നമ്മളെ ലേബർ റൂമിൽ കൊണ്ടുപോകുന്നത്. ഈവനിങ് 4:30 ആണ് ഞാൻ കഴിയുന്നത്. അപ്പൊ അത്ര നേരം നിന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട്, കാരണം എന്താ ഇത്ര താമസം, ലേബർ റൂമിൽ വെളുപ്പിന് കൊണ്ടുപോയതാണ്. നമ്മളെന്തോ 2 പ്രാവശ്യം അപ്ഡേറ്റ് പറയാനായിട്ട് അവർ വിളിച്ചുള്ളൂ, പിന്നൊന്നും പറയുന്നുമില്ല. പെയിൻ ഉണ്ട്, പക്ഷെ നമ്മൾ നോർമൽ ഡെലിവറി ആവണമല്ലോ, അപ്പൊ അതിനുള്ള സമയം അവര് കൊടുത്ത് അങ്ങനെ നോർമൽ ഡെലിവറി ആയി. പക്ഷെ ഇത് അവസാന ഘട്ടമായിരുന്നു. കാരണം ഞാനാണെങ്കിലും എനിക്ക് ഇങ്ങനെ നമ്മൾ പെയിൻ കൂടുമ്പോ നമ്മൾ സിസേറിയൻ മതി എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അപ്പൊ പേടിയുള്ള ആളാണ്. അപ്പൊ അങ്ങനെ സിസേറിയൻ മതി എന്നുള്ള രീതിയിൽ കൊണ്ടുപോയിട്ട് പിന്നെ എന്നെ ചരിച്ചൊക്കെ കിടത്തി, ഇഞ്ചക്ഷനൊക്കെ എടുക്കാനായിട്ട് ചരിച്ചു കിടത്തി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒന്നുകൂടെ പുഷ് ചെയ്യാൻ തോന്നുന്നുണ്ട്, അപ്പം ഓപ്പണായി വരണമല്ലോ, അപ്പൊ ഒന്നുകൂടി പുഷ് ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഇഞ്ചക്ട് ചെയ്യണ്ട, ഒന്ന് നോക്കട്ടെ ഒന്നുകൂടെ എന്ന് പറഞ്ഞിട്ട് അവരൊന്നും കൂടെ PV ചെയ്ത് നോക്കുമ്പോഴാണ് ഫുൾ ഓപ്പൺ ആയിട്ടുണ്ട്, അപ്പോൾ ഇനി നോർമൽ ഡെലിവറിയേ പറ്റുള്ളൂ, സിസേറിയൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നത്. പിന്നെ അതെല്ലാം പടപടയുന്നായിരുന്നു. ഈ ഒരു പുഷ് ചെയ്യാൻ തോന്നി ആ സമയം തൊട്ട് ഒരു അരമണിക്കൂറിൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വാവ പുറത്തു വന്ന്. ചേട്ടനും കൂടെ ലേബർ റൂമിൽ ഇല്ലായിരുന്നു. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ആള് സമയത്ത് കയറാം. നമുക്ക് അവിടെ ഹോസ്പിറ്റൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഓക്കെ. അപ്പോ ഈ പറഞ്ഞ പോലെ ചേച്ചി കുറെ ഡിസബിലിറ്റിയുടെ പേരിൽ കുറെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രഗ്നൻസിയുടെ ടൈമിലും കുറെ ബുള്ളിങ്, അതെ കമന്റ് ബോക്സിൽ നമുക്ക് ഒരുപാട് ഇതേപോലെ നെഗറ്റീവ് കാര്യങ്ങൾ വരാറുണ്ട്. അത് നമ്മൾ മൈൻഡ് വെക്കാറില്ല. ഓരോരുത്തരുടെ മനസ്സിലുള്ളത് അവര് കമന്റ് ബോക്സിൽ അറിയിക്കുന്നു. റിപ്ലൈ ആയിട്ട് അങ്ങനെ കൊടുക്കാറില്ല ആർക്കും. മീൻസ് നമ്മൾ കണ്ടുവിടാറുണ്ട്. അപ്പൊ ചിലത് ഭയങ്കരമായിട്ട് നമ്മൾ വായിക്കുന്നതല്ല, അല്ലാതെ തന്നെ അതൊരു എന്താ പറയാ, അത് കമന്റ് ബോക്സിൽ കിടന്നാൽ ഒരു വൃത്തികേടെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ആക്കി കളയും. അല്ലാതുള്ള കാര്യങ്ങൾ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. അല്ല, നമ്മൾ റിപ്ലൈ കൊടുക്കൽ കുറവാണ്. പിന്നെ ചില ആൾക്കാർ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്നവരാ. ഞങ്ങളുടെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇതേമാതിരി കമന്റ് ഇടാൻ വേണ്ടി മാത്രം
ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. അത് ഫേക്ക് ഐഡിയ ആരാന്ന് അവര് പോലും നമുക്ക് തന്നെയായിരിക്കും അറിയത്തില്ല. കൂടുതലും റിപ്പീറ്റ് ആയിട്ട് ഇവര് തന്നെയായിരിക്കും എല്ലാത്തിനും നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും റിപ്പീറ്റ് ആയിട്ട് സെയിം ഒരേപോലത്തെ കമന്റ് ഒരേ ഐഡിന്ന് വരുന്നത് ഇങ്ങനെ ചിലർ ഇരിക്കുന്നുണ്ട്. അത് ആരാന്ന് നമുക്കറിയില്ല. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ വീഡിയോ ഇടുന്നവർക്കും ഉണ്ടാവും ഇതേപോലുള്ള കുറച്ച് പേര്. നമുക്ക് എന്താ ഇൻബോക്സിൽ മെസ്സേജ് ഒക്കെ വരാറുണ്ട് ഇതേമാതിരി കളിയാക്കുന്നോണ്ട്. മീൻസ് അവര് വീഡിയോ ഇടുമ്പോഴത്തേക്കും ഇതേമാതിരി പറയുന്നവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻബോക്സിൽ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് കുറച്ച് പേര്. പിന്നെ ഞാൻ കുറച്ച് കമന്റ്സ് കണ്ടത് ഭയങ്കര പോസിറ്റീവ് ആണ്, പക്ഷെ അത് ഭയങ്കര കുനിഷ്ട് പിടിച്ചൊരു പോസിറ്റീവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ചേട്ടന്റെ അടുത്ത് ആ കുട്ടിയെ കിട്ടിയത് ഭാഗ്യം, അല്ലെങ്കിൽ ഒരു ജീവിതം കൊടുത്തത് ഭയങ്കര വലിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ വീഡിയോയ്ക്ക് ഞങ്ങൾ ഇന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതേപോലെ ഇവര് പറഞ്ഞ പോലെ സംഭവങ്ങളൊന്നും അല്ല. ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ കല്യാണം കഴിച്ചു, അല്ലാതെ ഞാൻ ഇല്ല ത്യാഗം ചെയ്യുക അതേപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ആ സമയത്താണെങ്കിലും എനിക്ക് തോന്നുന്നു അമ്മൂസിന് ധാരാളം പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ ആ പീരീഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ വേണേൽ കളഞ്ഞിട്ട് ആൾക്ക് പോകായിരുന്നു ഇല്ലേ. അപ്പം ഞാൻ ഒരു ഓപ്ഷൻസ് പറയാം, എന്നെക്കാളും നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ധാരാളം ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം ഇത് എനിക്ക് അങ്ങോട്ടേക്കുള്ള പോലെ പുള്ളിക്കാരത്തേക്ക് എന്നോടും ആ ഒരു ബോണ്ടിങ് ആണ്, അല്ലാതെ ഇത് മറ്റേ ആരും ഈ പറയണ പോലുള്ള സംഭവങ്ങളൊന്നും അല്ല. ഞങ്ങളുടെ ബോണ്ടിങ് അത്രക്ക് സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളിവിടെ കല്യാണം വരെ എത്തി ഇപ്പൊ കൊച്ചായി നിൽക്കുന്നു. അല്ലാതെ അത് വേറൊന്നും അല്ല ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആളുകൾ കണ്ട് തെറ്റിദ്ധരിക്കുന്നതാണത്. അതിന് ഞങ്ങള് റിപ്ലൈ വ്യക്തമായിട്ട് തന്നെ ഞങ്ങളുടെ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങള് ഇങ്ങനെയാണ്, ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് ആ പ്രേമിച്ചൊരു ഇത്ര നാളെ ഞങ്ങൾ പ്രേമിച്ചു, അത്രക്ക് പരസ്പരം മനസ്സിനെ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഞങ്ങൾ ഇതേപോലെ കാര്യങ്ങൾ പറയരുതെന്ന് ഞങ്ങൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ലവ് സ്റ്റോറി ഇട്ടപ്പോഴും അങ്ങനെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോഴും നമ്മൾ ഇത് തന്നെയാ പറയാറുള്ളത് എല്ലാവരോടും. ഇതേമാതിരി ഒരു ത്യാഗം ചെയ്തു അങ്ങനത്തെ ഒരു സെറ്റപ്പ് അല്ല ഇത്. വെച്ചാൽ നമുക്ക് ഇപ്പൊ നോർമലി എങ്ങനെയാണോ തമ്മി സ്നേഹം എന്നൊന്നും നമ്മൾ കല്യാണം കഴിക്കുക, അതെ. അപ്പം അതുമാതിരി തന്നെയാണ് ഇതും. അതിലിപ്പം എനിക്ക് പൊള്ളിയിട്ടുണ്ടോ പൊള്ളിയിട്ടില്ല അങ്ങനത്തെ ഒരു നോട്ടം ഇതിൻ്റെ അകത്തില്ല. അപ്പൊ അങ്ങനെ അമ്മൂന് എപ്പോഴെങ്കിലും അതൊരു വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടോ? ആൾക്കാർ ഇല്ല, വിഷമമായിട്ട് തോന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുന്നത് ഒരു ലോട്ടറി അടിക്കുന്ന പോലെയാ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലോട്ടറി അടിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് എങ്ങനെ ആയിരിക്കും എന്നുവെച്ചാൽ എനിക്ക് പൊള്ളിയ സമയം തൊട്ട് എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് നല്ല ടെൻഷനുള്ള ആ ഒരു സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം 5th പഠിക്കുമ്പോഴാണ് പൊള്ളുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പല എന്താ പറയുക ആ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പല ആലോചനകളായിരിക്കും നമുക്ക്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പക്ഷെ എൻ്റെ ഒരു കല്യാണ പ്രായം ആ ഒരു സമയത്ത് എനിക്ക് എന്താ പറയുക, നമുക്ക് ലൈഫിൽ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും സ്നേഹിക്കുക അങ്ങനത്തെ ഒരു ഇതല്ലല്ലോ. നമുക്ക് ഒരാളെ കിട്ടുമ്പം എന്തെങ്കിലും ഒരു എന്താ നമ്മൾ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും അത് കുഴപ്പമില്ലടി ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും നമ്മളൊരു സപ്പോർട്ട് ചെയ്ത് അങ്ങനെ നിൽക്കുന്ന ഒരാളല്ലേ നമുക്ക് ആവശ്യം. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മാതിരി ലോട്ടറി അടിച്ച പോലെ തന്നെയാണ് എനിക്ക് അപ്പു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.